ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോവാണ് കേട്ടോ. വൈകുന്നേരമാണ് പോയത്. വീട്ടിൽ നിന്ന് പോകാൻ തന്നെ 4 മണി 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. നമ്മൾ പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പോയപാടെ തന്നെ നമ്മൾ നേരെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അമ്പലക്കുളത്തിൽ പോയി കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം നമ്മൾ കോവിലിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയി. വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നടക്കാനും എല്ലാം കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് മുത്തപ്പൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുത്തപ്പൻ്റെ മടപ്പുരക്കുള്ളിലേക്ക് ഈ വഴി നടന്നു പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ മുത്തപ്പൻ്റെ പാട്ടുകളാണ്. പണ്ടൊക്കെ പോകുന്ന സമയത്ത് സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ സ്ഥലം തൊട്ട് കോവിലിൻ്റെ ഉള്ളിൽ അവിടെ വരെ മുത്തപ്പൻ്റെ പാട്ടുകൾ ഉള്ള CD-കളും കാസറ്റുകളൊക്കെ വെക്കുന്ന കടകളായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയൊന്നും ഒരു പാട്ടോ ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതൊക്കെയാണ്. പിന്നെ അമ്മൂട്ടിക്ക് ഓരോന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എല്ലാം തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങോട്ട് പോയപാടെ തന്നെ നേരെ കാല് കഴുകാൻ വേണ്ടിയിട്ട് പോയി. ഞാനും അമ്മൂട്ടിയും ഇറങ്ങി. അമ്മൂട്ടിക്ക് പിന്നെ അവിടുന്ന് വരണം എന്നുള്ളൊരിതൊന്നുമില്ല. അവൾ അവിടെ എത്തിയ പാടെ കടയിലിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഓരോന്ന് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അവൾക്ക് ബോട്ടിൽ കയറണമെന്നായി. അതൊക്കെ മുത്തപ്പനെ കണ്ടതിന് ശേഷം കയറാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോണൊന്നും എടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നതിന് ശേഷം നമ്മൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ മുത്തപ്പൻ്റെ മമ്പയറും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. കുറേ സമയം അവിടെ ഇരുന്നു. അവിടെയൊന്നും ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. പോയ സമയത്ത് നല്ല എന്താ പറയുക, കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ ആദ്യമായിട്ടാണ് പറശ്ശിനിക്കടവ് ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ അതും കഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ കോവിലിന് മുന്നിൽ പോയി പ്രാർത്ഥിച്ചു. അതിന് ശേഷം നേരെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴിക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോയൊക്കെ എടുത്തു. അങ്ങനെ ബോട്ടിങ്ങിന് പോയി. അന്ന് ബോട്ടിംഗ് സർവീസ് ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു ബോട്ടുണ്ടായിരുന്നു. നിറച്ചും ആൾക്കാരുണ്ടെങ്കിൽ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പോവുകയാണെങ്കിൽ അതിൽ കയറാമെന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരും വന്ന് അങ്ങനെ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ആയപ്പോൾ നമ്മൾ കയറി. ബോട്ടിൽ കയറുമ്പോഴത്തേക്ക് തന്നെ സന്ധ്യയായിരുന്നു. പിന്നെ ഇരുടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ബോട്ടിങ് സർവീസ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ല ഇരുടായി. ആദ്യം പോകുമ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആ സൈഡിൽ വേറെ കുട്ടികളൊക്കെ നിൽക്കുന്നത് കൊണ്ട് പറ്റിയില്ല. തിരിച്ച് വരുമ്പോൾ എടുക്കാമെന്ന് കരുതി. തിരിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഇരുടായി. ഫോട്ടോ എടുത്ത് ഈ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് അമ്പലത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ബോട്ട് തിരിച്ചെത്തി. പിന്നെ നമുക്ക് തിരിച്ച് വരണമായിരുന്നു. ബൈക്ക് എടുത്തിട്ടാണ് പോയത് കൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ലേറ്റ് ആവുന്നതിനിടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് അമ്മൂട്ടിക്ക് ചന്തയിൽ കയറണം എന്നൊക്കെ പറഞ്ഞു. കയറി. പക്ഷേങ്കിൽ അവൾക്ക് വേണ്ടത് മുഴുവനും കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞു വള മാല പോലെയുള്ള എന്തെങ്കിലും വാങ്ങിച്ചു തരാം, തിന്നാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്ക് കളിപ്പാട്ടം തന്നെ വേണമെന്നുള്ള വാശി. പിന്നെ ചെറിയ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നില്ല. നമ്മൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ.